എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലൈക്കണും ആക്ടിവേറ്റ് ആക്കി ഓൾ എന്ന ഓപ്ഷനും ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ 6 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത് മുറിച്ച് വെള്ളത്തിലൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതൊന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് വെള്ളം ഇവിടെ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇട്ട് തിളച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റും കൂടി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം ഈ ഉരുളക്കിഴങ്ങ് വെള്ളത്തിൽ നിന്ന് ഒന്ന് കോരി മാറ്റി വെക്കാം. ഇനി ചെയ്യേണ്ടത് ഇതൊന്ന് എണ്ണയിൽ വറുത്ത് കോരിയെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് എണ്ണ ഇതുപോലെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. ഗോൾഡൻ കളറാകുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കാം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കോരി മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് നമുക്കിത് കഴിക്കാം. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.